ഹലോ ഗൈസ്, പുതിയൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. NFC അഥവാ നിയർ ഫീൽഡ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ മൊബൈൽ വാളറ്റ്, മാദാ പേ ഇവ ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മൾ സാധനം കടയിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മളുടെ മൊബൈൽ ഡിവൈസ് കടയിലെ POS മെഷീനിലേക്ക് കാണിച്ച് എങ്ങനെയാണ് പേയ്മെൻറ്റ് നടത്തുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ വിവരിക്കുന്നത്. നിങ്ങളുടെ മൊബൈലിൽ ഇവിടെ കാണുന്ന NFC N ബട്ടൺ, NFC എന്നുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ NFC എന്നുള്ള ഫെസിലിറ്റി നിങ്ങളുടെ മൊബൈലിൽ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പേയ്മെൻറ്റ് സംവിധാനം ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ NFC എന്ന ഫെസിലിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്ത് മാദാ പേ എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മാദാ പേ എന്നുള്ള ആപ്ലിക്കേഷൻ ഇവിടെ ഓപ്പൺ ആവുന്നതാണ്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. വൺസ് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. മാദാ പേ ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഇൻ്റർഫേസാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിന് താഴെയായി നമുക്ക് കാണാം ആഡ് യുവർ ഫസ്റ്റ് കാർഡ്. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ മെസ്സേജ് കാണിക്കുന്നത് കാണാം. ടാപ്പ് യുവർ NFC കാർഡ് ബിഹൈൻഡ് ദ മൊബൈൽ ആസ് ഡെമോൺസ്ട്രേറ്റഡ്. നമ്മുടെ NFC കാർഡ് നമ്മുടെ മൊബൈലിൻ്റെ പുറകിൽ കാണിക്കുവാനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് എൻ്റെ ATM കാർഡാണ്. അതിൽ നമുക്ക് ഇവിടെ കാണാം ഈ വൈഫൈയുടെ ഒരു ചിഹ്നം, വൈഫൈയുടെ ചിഹ്നം സൈഡിലേക്ക് തിരിഞ്ഞിരിക്കുന്നത് പോലെയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ NFC-യുടെ ചിഹ്നം. അപ്പോൾ ഇങ്ങനെയൊരു ചിഹ്നം നിങ്ങളുടെ ATM കാർഡിലുണ്ടെങ്കിൽ നിങ്ങളുടെ കാർഡ് മൊബൈൽ ഡിവൈസിന് പുറകിൽ കാണിച്ചാൽ ആ കാർഡ് ഓട്ടോമാറ്റിക്കായിട്ട് മാദാ പേയിലേക്ക് ആഡാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചിഹ്നം ഇല്ല എങ്കിൽ നിങ്ങൾക്ക് കാർഡിൻ്റെ ഫോട്ടോ എടുത്തോ അല്ലെങ്കിൽ കാർഡിലുള്ള 16 അക്ക നമ്പർ ഇവിടെ മാനുവലായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തോ നിങ്ങൾക്ക് കാർഡ് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഞാൻ കാർഡ് മൊബൈലിൻ്റെ പുറകിൽ ഇങ്ങനെ കാണിക്കുകയാണ്. കാർഡ് ഡീറ്റെയിൽസ്, കാർഡ് നമ്പറും എക്സ്പയറി ഡേറ്റും എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് ആഡ് ആയിരിക്കുകയാണ്. അപ്പോൾ നെക്സ്റ്റ് അടിക്കുക. നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കാണിച്ചിരിക്കുന്ന കണ്ടിന്യൂ ആണ്. കണ്ടിന്യൂ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് കാണിക്കുന്നത്. അതിൻ്റെ താഴെയായി ഐ അഗ്രി ടു ദ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്നുള്ള ഓപ്ഷൻ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ചൂസ് ദ സെക്യൂരിറ്റി കോഡ് സെൻഡിങ് ഓപ്ഷൻ. എങ്ങനെയാണ് നിങ്ങൾക്ക് സെക്യൂരിറ്റി കോഡ് സെൻഡ് ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. SMS എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ ടിക്ക് വന്നു. ശേഷം കണ്ടിന്യൂ എന്നുള്ള ഓപ്ഷൻ അടിയിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിലേക്ക് മെസ്സേജ് വരുന്നതാണ് OTP. അത് എൻ്റർ ചെയ്ത് സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് OTP എൻ്റർ ചെയ്ത് കൊടുത്ത് കഴിഞ്ഞപ്പോൾ സക്സസ് കാർഡ് വാസ് ആഡഡ് സക്സസ്ഫുള്ളി എന്ന് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നു. ഡൺ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മാദാ കാർഡ് നമ്മുടെ മാദാ പേയിലേക്ക് ആഡ് ആയിരിക്കുകയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ മാദാ കാർഡ്, വിസ കാർഡ്, അതുപോലെ മാസ്റ്റർ കാർഡ് നിങ്ങൾക്ക് മാദാ പേയിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വൺസ് കാർഡ് മാദാ പേയിൽ ആഡായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ ഫിസിക്കൽ കാർഡ് നിങ്ങൾ കൊണ്ടു നടക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മൊബൈൽ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഷോപ്പിൽ പോകുമ്പോൾ നമ്മൾ സാധനം മേടിച്ചു കഴിഞ്ഞ് സാധനത്തിൻ്റെ വില എത്രയാണോ അത് ഷോപ്പിൻ്റെ ഉടമ അയാളുടെ POS മെഷീനിൽ എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ മാദാ പേ ഓപ്പൺ ചെയ്ത് ഈ വിൻഡോയിലേക്ക് വരിക. ശേഷം നമ്മുടെ മൊബൈൽ ഡിവൈസ് ഷോപ്പിലെ POS മെഷീനിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ പേയ്മെൻറ്റ് സക്സസ്ഫുൾ ആകുന്നതാണ്. മൊബൈൽ ഡിവൈസ് അൺലോക്ക് ചെയ്ത് NFC ഓണാക്കി മാദാ പേ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കാതെ തന്നെ നമുക്ക് മൊബൈൽ ഡിവൈസ് POS മെഷീനിൽ ടാപ്പ് ചെയ്ത് പേയ്മെൻറ്റ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. വൺസ് നമ്മൾ ATM കാർഡ് മാദാ പേയിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാദാ പേ ഉപയോഗിച്ച് പേയ്മെൻറ്റ് നടത്തുന്നതിന് ഇൻ്റർനെറ്റിൻ്റെ ആവശ്യമില്ല. NFC മാത്രം ഓപ്പൺ ചെയ്താൽ മതിയാകും. അടുത്ത വിൻഡോയിൽ എങ്ങനെയാണ് പേയ്മെൻറ്റ് നടക്കുന്നത് എന്ന് കാണിക്കാം. ഇനി നിങ്ങൾക്ക് നിങ്ങളുടെ പേയ്മെൻറ്റ് ഹിസ്റ്ററി അല്ലെങ്കിൽ ലാസ്റ്റ് പേയ്മെൻറ്റ് അറിയാനായിട്ട് ഈ കാർഡിൽ 2 പ്രാവശ്യം ടച്ച് ചെയ്താൽ മതിയാവും. അപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് പേയ്മെൻറ്റ് അതുപോലെ നിങ്ങളുടെ എല്ലാ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി നിങ്ങൾക്ക് ഇതിൻ്റെ അടിയിൽ കാണാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ കാർഡ് ഉണ്ടെങ്കിൽ ഡീഫോൾട്ട് കാർഡ് ഇവിടെ സെലക്ട് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ട്. അതുപോലെ ഇപ്പോൾ കറൻ്റ്ലി യൂസ് ചെയ്യുന്ന കാർഡ് ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷനും ഇവിടെയുണ്ട്. ഈ ഒരു വിൻഡോയിൽ നമുക്ക് ഇവിടെ അടിയിൽ കാണുന്ന ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ഇനിയും വീണ്ടും കാർഡുകൾ ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
നിങ്ങൾ നിങ്ങളുടെ മൊബൈൽ ഡിവൈസ് അൺലോക്ക് ചെയ്ത് NFC ഓണാക്കി POS മെഷീനിൽ ടാപ്പ് ചെയ്താൽ മാത്രമേ ട്രാൻസാക്ഷൻ നടക്കുകയുള്ളൂ. നിങ്ങളുടെ ആവശ്യം കഴിയുമ്പോൾ NFC ഓഫാക്കി വയ്ക്കുവാൻ ശ്രദ്ധിക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി അല്ലെങ്കിൽ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ദയവായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ പ്രസ് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.